കാമമോക്ഷം ഞാൻ 10ാമത്തെ എപ്പിസോഡോടുകൂടി തീർക്കാൻ പോകുന്നത്. ഇപ്പോൾ 8 കഴിഞ്ഞ് 9 ആയിട്ടാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീക്കും പുരുഷനും അനവധി സ്ത്രീകളും അനവധി പുരുഷന്മാരുണ്ട്. ഈ അനവധി സ്ത്രീകളിലും അനവധി പുരുഷന്മാരിലും അനവധി പല രീതികളിലുള്ള ചിന്താധാരകൾ വരുന്നുണ്ട്. അതിനാണ് സങ്കല്പങ്ങൾ. ഇത് ഓരോരുത്തരുടെയും മനസ്സും ബുദ്ധിയും വെച്ചുകൊണ്ട് ഇവിടെ ആത്മീയതയുണ്ട്, ഭൗതികതയുണ്ട്. ആത്മീയത വേറെ, ഭൗതികത വേറെ അല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അനവധി യൂട്യൂബില് കുറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിൽ അനവധി വീഡിയോ കാണുന്നതുമാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ ഗുണം എന്നൊരു സംഭവമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് നടക്കുന്ന നിയമങ്ങളിൽ അനവധി മാറ്റങ്ങൾ വരുത്താൻ പോകണം. ഇപ്പോൾ പുതിയൊരു നിയമം മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രത്തോട് കോടതി അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പോക്സോ കേസുകൾ, കാമമോക്ഷയിൽ ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. പോക്സോ കേസുകളിൽ പ്രായപൂർത്തി ആകാത്തവർ തമ്മിലുള്ള സമ്മതത്തോട് കൂടിയിട്ടുള്ള കേസുകളെ, അത് എന്തൊരു പേരുണ്ടായിരുന്നു, വിദേശത്തുള്ള ഒരു സംഭവം. അപ്പൊ അതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ, ഇന്നും നമ്മുടെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരു 10 വർഷം, 5 വർഷം 10 വർഷം ആകുമ്പോഴേക്കും നമ്മുടെ നിയമങ്ങൾ അടിമുടി മാറും. നമ്മുടെ ഭാരതത്തിന്റെ നിയമങ്ങൾ അടിമുടി മാറും. ഇവിടെ നിയമങ്ങൾ എത്ര മാറുന്നു എന്നുള്ളതല്ല വിഷയം, ആളുകളുടെ ചിന്താരീതികൾ എത്ര മാറുന്നു എന്നുള്ളതാണ്. കാരണം നിയമങ്ങൾ മാറി അനവധി കാലമായി. ഇവിടെ എന്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള നിയമങ്ങൾ എത്രയോ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ശരിക്കും നടന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു തരം ഭ്രാന്ത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രശസ്തനായ വിവേകാനന്ദൻ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത്, കേരളം ഒരു ഭ്രാന്താലയം. കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ ആളുടെ കാഴ്ചപ്പാടിലൂടെ കണ്ട ചില കാര്യങ്ങൾ, പക്ഷെ ആൾ കാണാത്ത അനവധി കാര്യങ്ങളുണ്ട്. ഇത് ഇത്രയും വർഷം കേരളത്തിൽ ജീവിച്ചതിന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നുണ്ട്, കേരളം ഭ്രാന്താലയം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതുക്കും മേലെ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട്. ഒരുപാട് പേർക്ക് അനവധി രീതിയിലുള്ള വിദ്യാഭ്യാസം, എഴുതാനും വായിക്കാനും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ തിങ്കിങ് പവർ വളരെ കുറവാണ്. എല്ലാവരും അവനവൻ പറയുന്നതിനേക്കാൾ ഉപരി അപ്പുറത്തുള്ളവൻ പറയുന്നത് എന്താണോ അത് അംഗീകരിച്ചോട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല, മറ്റവൻ പറയുന്നത് അംഗീകരിക്കേണ്ട. അവനവന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് ജീവിച്ച് കാണിക്കുക. അത് ഏത് വിഷയമാണെങ്കിലും, ഏതാണോ ഓരോരുത്തർക്കും ഇഷ്ടം അത് ആ രീതിയിൽ ജീവിച്ച് കാണിക്കാം. പക്ഷെ അത് വേറൊരുത്തന് ഉപദ്രവമാവാതിരുന്നാൽ മതി. ആവാതിരിക്കുക, അത് വിഷയമാകരുത്. പക്ഷെ വേറൊരുത്തിന് ഉപദ്രവമാവാതിരുന്നാൽ മതി. അതായത് പീഡനം, കാര്യങ്ങളും മറിച്ച് ഇതൊക്കെ ആകുമ്പോൾ ഉപദ്രവമായി. നേരെ മറിച്ച് സംഭവത്തോട് കൂടിയിട്ടുള്ള കാമാണെങ്കിലും ശരി, ഇനി മറ്റെന്ത് കാര്യമാണെങ്കിലും, നമ്മൾ കാമവിഷയമാണല്ലോ വന്നിട്ടുള്ളത്, കാമമോക്ഷം. അപ്പോൾ അതിൽ ഉപകാരമായിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും.